ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വളരെ സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു അല്ലേ. വളരെ 180 മുകളിൽ ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് പിന്നെയും അവിടെ നിന്നൊരു 10-100 പോയിന്റോളം മാർക്കറ്റ് മൂവ് ചെയ്യും അല്ലേ. 320 നിന്ന് പിന്നെ ഏകദേശം 453 വരെ പോയി. അപ്പോൾ ഒരു ടോട്ടലി ഒരു 300-350 പോയിന്റ് മാർക്കറ്റ് അപ്സൈഡ് പോയതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങുന്ന മാതിരി മാർക്കറ്റ് എന്ത് ചെയ്തു, താഴോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ വളരെ നിർണായകമായിട്ട് രാവിലത്തെ വോയിസ് ഇട്ടപ്പോൾ ഞാനിത് പ്രത്യേകം 1-2 കാര്യങ്ങൾ പറയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്നതിനേക്കാൾ നല്ലത് ആ വോയിസ് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം ഒന്നുകൂടെ പെട്ടെന്ന് കാര്യം എന്ത് ചെയ്യും, മനസ്സിലാവും. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ ഒന്നും അതല്ല, സോറി അപകടം പറ്റുമോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ മാർക്കറ്റ് 186 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ വരച്ച 25,333 എന്ന് പറയുന്ന നമ്പറിന് മുകളിലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്, മാർക്കറ്റിന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് നോക്കാനുള്ളത് ഈ 333 സസ്റ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. ഇത്രയും ഗ്യാപ്പ് അപ്പിലായതുകൊണ്ട് ഈ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇല്ല തിരിച്ചായിട്ട് ഇറങ്ങി വരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ. അപ്പോൾ നമുക്ക് ഈ 333 മുകളിൽ നിലനിന്നെങ്കിൽ നമുക്കൊരു ഫർദർ അപ്സൈഡും ഷോർട്ട് കവറിംഗ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇല്ല താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തത് ആ ഏരിയ വന്ന് സപ്പോർട്ട് എടുക്കുക. പക്ഷെ അവിടെ ഒക്കെ വരും. അപ്പോൾ വോയിസ് കേട്ടല്ലോ. അപ്പോൾ മാർക്കറ്റ് 330 ഇവിടുന്ന് സസ്റ്റെയിൻ 333 സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് മുകളിലോട്ട് ഒരു അപ് ട്രെൻഡ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഈ 333 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. ഇല്ലാത്തടത്തോളം കാലം മാർക്കറ്റ് ഇത് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ശ്രദ്ധിക്കണം, ഇന്നലത്തെ ക്ലോസിങ് പറഞ്ഞ കാര്യം. ഇന്നലത്തെ ക്ലോസിങ്ങിൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ രാവിലെ വോയിസിൽ പറഞ്ഞത് ഇല്ലേ. കറക്റ്റായിട്ട് അതുപോലെ തന്നെ മാർക്കറ്റ് നടന്നിറങ്ങുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ ഇറങ്ങി വന്ന് മാർക്കറ്റ് ഇവിടെ വന്നു. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. അതിൻ്റെ ഒരു ധമാക്കയാണ് നമ്മൾ ഈ കണ്ടത്. കൃത്യമായിട്ട് നമ്മൾ വരച്ച നമ്മളുടെ ഇന്നലത്തെ ക്ലോസിങ്ങിൽ വന്ന് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തു, അവിടുന്ന് ബൗൺസ് ചെയ്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും ബൗൺസ് ചെയ്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ ഈ 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ട്രിപ്പിൾ ബോട്ടം ഇവിടെ ക്രിയേറ്റ് ആയി. മാർക്കറ്റ് ഇനി ഇവിടുന്ന് ഒരു അപ്സൈഡിനുള്ള സാധ്യതയാണ് എന്നുള്ളത് നമ്മൾ വരച്ച് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് പോയി എവിടെയാണ് 333 പോയി ടച്ച് ചെയ്തു മാർക്കറ്റ് ഇല്ലേ. അങ്ങനെ ഒരു ക്ലോസിങ് നമുക്ക് കിട്ടി. അപ്പോൾ ഏകദേശം 132 പോയിന്റ് അപ്സൈഡിലാണ് മാർക്കറ്റ് എന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് ഗ്യാപ്പ് അപ്പ് ഉണ്ടായത്? നമുക്ക് ഇന്നലത്തെ ന്യൂസുകൾ എല്ലാവർക്കും അറിയാം. നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ടതാണ് ന്യൂസ്. എന്താണ് മറ്റേ ഗ്രീൻലാൻഡിനുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് കുറേ അയഞ്ഞു. ഞാൻ ഫോഴ്സ് ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മാർക്കറ്റ് ഒരു പോസിറ്റീവായി. അപ്പം അങ്ങനെ ഫോഴ്സ് ഉപയോഗിക്കത്തില്ല, സമവായത്തിലൂടെ മാത്രമേ ഞാൻ ഗ്രീൻലാൻഡിനെ എടുക്കാൻ ശ്രമിക്കൂ എന്നൊരു നയം വന്നപ്പം യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്തേ? യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു. അപ്പം യൂറോപ്യൻ യൂണിയൻ ഓൾറെഡി അമേരിക്കയ്ക്കെതിരെ ഒരു താരിഫ് അടിക്കാൻ വേണ്ടി അവരുടെ പാർലമെൻറ്റ് കൂടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവരത് പോസ് ചെയ്തു. അപ്പോൾ 2 സൈഡിൽ നിന്ന് ഒരു സമവായം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കറ്റിലത് പോസിറ്റീവായി. പിന്നെ ഒരു ഫർദർ ചർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അതിനെപ്പറ്റി ഗ്രീൻലാൻഡിനെ പറ്റി ഇനി കൂടുതൽ ഡിസ്കഷൻ വെച്ചിട്ട് ഒരു സമവായം ഉണ്ടാക്കിയതിന് മാത്രം ഒരു ആക്ഷൻ ഉള്ളൂ എന്ന് ട്രംപ് പറഞ്ഞു. ഓക്കെ, അപ്പം അതൊരു ഒരു നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അപ്പം അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് ട്രംപ് നമ്മുടെ ഇന്ത്യയെ പറ്റിയും ഒരു കാര്യം പറഞ്ഞു. ട്രംപ് നമ്മുടെ മോദി നല്ല മനുഷ്യനാണ്, ഞങ്ങൾ നല്ലൊരു ഡീൽ ഉണ്ടാക്കും എന്നൊക്കെ ഒരു കമൻറ്റ് മണി കൺട്രോളിൻ്റെ ഒരു റിപ്പോർട്ടറോട് ട്രംപ് ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോയും ഇങ്ങനെ വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മാർക്കറ്റിലൊരു അപ് ട്രെൻഡ് സെറ്റപ്പാണ് മാർക്കറ്റിൽ ഫോം ആയത്. അപ്പോൾ അതിൻ്റെ ഒരു അലയൊലിയാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തില്ല. ബാക്കി എല്ലാ മാർക്കറ്റും സസ്റ്റെയിൻ ചെയ്തു, നമ്മുടെ മാർക്കറ്റ് മാത്രം എന്ത് ചെയ്തില്ല, സസ്റ്റെയിൻ ചെയ്തില്ല. അപ്പോൾ എന്തായാലും മാർക്കറ്റ് അവസാന നിമിഷം തിരിച്ച് റിക്കവർ ചെയ്തു. നമ്മൾ വിചാരിച്ച ഒരു നോർമൽ ലെവൽ 25,333 എന്ന് പറയുന്ന ആ ലെവലിലോട്ട് മാർക്കറ്റ് എത്തി. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തത് കൃത്യമായിട്ട് അറിയാം. ഈ ഫ്യൂച്ചറും
ഈ സ്പോട്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 25,289 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. വെയിറ്റഡ് ആവറേജിന്റെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 289. ഓക്കെ, ഇവിടെ ക്ലോസിംഗ് കാണിച്ചേക്കുന്നത് 320 289 താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ 375 ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത്. അതായത് സ്പോട്ടിനേക്കാൾ വളരെ ദൂരം, വളരെ അകലെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഏകദേശം 275 10 85 പോയിന്റ് അകലെയാണ് സ്പോട്ട് ഫ്യൂച്ചർ തമ്മിലുള്ള വ്യത്യാസം. സാധാരണഗതിയിൽ ഇന്നലെ മാർക്കറ്റ് നിങ്ങൾ ഫ്യൂച്ചർ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള അകലം വെറും 16 പോയിന്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പം ഫ്യൂച്ചറും ഇതും തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. വളരെ കൂടുതൽ വെച്ചാൽ വെരി ഫാർ ആണ് ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് അപ് ട്രെൻഡിലാണ് ഫ്യൂച്ചർ. ഏകദേശം 375 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ ആരാണ് കള്ളൻ എന്നുള്ളത് നമുക്ക് നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം. ഓക്കെ, ഇത്രയും വ്യത്യാസം വരാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഈ മാർക്കറ്റ് ഇന്നിപ്പം ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റാണ് കാണിക്കുന്നതെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ എന്തായാലും കണ്ടറിയാം. ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 90 പോയിന്റോളം, 85-90 പോയിന്റോളം വ്യത്യാസത്തിലാണ് നിഫ്റ്റിയും ഫ്യൂച്ചറും തമ്മിൽ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി ഇന്ന് ഒരു ക്ലോസിംഗ് ഒരു 20 പോയിന്റ്, 20 അല്ലെങ്കിൽ 25 പോയിന്റ് കൂടുതൽ വ്യത്യാസം വരാൻ പാടില്ല. പക്ഷേ ഇങ്ങനെ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പം അതൊരു അപ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ വളരെ സ്ട്രോങ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റത്തെയാണ് ഈ ഒരു സെറ്റപ്പ് സൂചിപ്പിക്കുന്നത്. ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റുക. ഒരിക്കൽ ഇതുപോലെ തന്നെ മിഡ് ക്യാപ്പിനകത്ത് ഇതുപോലെ സംഭവിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം നാളെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു നിർണായകമായ സംഭവമാണ് നാളെ. അപ്പോൾ അങ്ങനെ നാളെ ഓപ്പണിംഗ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 333 മുകളിലാണ്. ഇന്ന് രാത്രി ട്രംപ് തുറന്നില്ലെങ്കിൽ, ഇന്ന് രാത്രിയിൽ ട്രംപ് തുറന്ന് വേറെ കുണ്ടാമണ്ടി ഒന്നും ഒപ്പിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആസിറ്റീസ് ഇപ്പം മാർക്കറ്റ് പോകുന്ന പോലെ പോകാനാണെങ്കിൽ ഇപ്പം നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം പോസിറ്റീവിലാണ് ഓടുന്നത്. ഇപ്പം അണ്ണം നല്ല രീതിയിൽ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. 222 പോയിന്റ് അപ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. US ഫ്യൂച്ചറും ഏകദേശം 216 പോയിന്റ് അപ്പ് സൈഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു പോസിറ്റീവ് മൊമെന്റത്തിലാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ വരെ ഈ മൊമെന്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫ്യൂച്ചർ ഇത്രയും നല്ല സ്ട്രോങ്ങിൽ നിൽക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റ് പക്ഷെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ ഒരു അപ് ട്രെൻഡിൽ പോകേണ്ട സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ന് ബാങ്കുകാർ ആണ് നമ്മളെ പിന്നോട്ട് വലിച്ചത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC, റിലയൻസ് അനങ്ങിയില്ല. അവിടെ തന്നെ നമ്മൾ വരച്ച 1397 എന്ന് പറഞ്ഞ ആ വരയിൽ പെട്ട് കിടക്കുകയാണ്. ഒട്ടിച്ചു വെച്ച പോലെ പുള്ളി അവിടെ ഇരിക്കുകയാണ്. എങ്ങോട്ടും പോയിട്ടില്ല. നോക്കിക്കേ, അതുപോലെ HDFC അവിടെ തന്നെ കിടക്കുകയാണ്. എങ്ങോട്ടും പോകാതെ ആ വരയിൽ തന്നെ കിടന്ന് കളിക്കുകയാണ്. ICICI അതും അവിടെ തന്നെ കിടന്ന് കളിക്കുകയാണ്, എങ്ങോട്ടും പോയിട്ടില്ല. അപ്പം ഇവർ 3 പേരും അനങ്ങാതെ നിന്നത് കൊണ്ടാണ് നിഫ്റ്റി ഇന്ന് പെർഫോം ചെയ്യാഞ്ഞതും. നിഫ്റ്റി വളരെ പെർഫോം ചെയ്തായിരുന്നു, വളരെ ചെറിയ രീതിയിൽ മാത്രം. ആരുടെ ബലം കൊണ്ട്? IT-യുടെ ബലം കൊണ്ട്, ഇൻഫിയും TCS-ൻ്റെയും ബലം കൊണ്ട് മാത്രമാണ് ഇത് അത്യാവശ്യം ആര് പിടിച്ചു നിന്നത്? നമ്മളുടെ നിഫ്റ്റി പിടിച്ചു നിന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ യാതൊരുവിധ മൊമെൻറ്റോ ഇല്ലായിരുന്നു. അവർ ചത്ത് കിടക്കുമായിരുന്നു. ഇതാ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നിപ്പോൾ ക്ലോസിംഗ് കിട്ടിയേക്കുന്നത് 399 പോയിന്റാണ് ക്ലോസിംഗ് കിട്ടിയേക്കുന്നത്. പക്ഷേങ്കിൽ ആ ഗ്യാപ്പ് അപ്പിന് ശേഷം വന്ന് താഴോട്ട് വന്നതിന് ശേഷം ഈ നിഫ്റ്റി കയറിയ പോലെ ഇത് തിരിച്ചു കയറിയില്ല. അപ്പം ബാങ്ക് നിഫ്റ്റി ഒരു വീക്ക്നെസ് ആണ്. നാളെ ബാങ്ക് നിഫ്റ്റിയിൽ റിലയൻസും HDFCയും ICICI ഇവർ 3 പേരും ഒന്നിച്ച് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ വെല്ലമൊക്കെ നടക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 25,500 മുകളിൽ ഒരു ക്ലോസിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും മന്ത്ലി എക്സ്പയറിയാണ് വരുന്നത്. എല്ലാ സ്റ്റോക്കുകളും ഭയങ്കര വോളറ്റാലിറ്റി ആയിരിക്കും. മാർജിൻ ഷോർട്ട് ഫോളിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞ ഓരോ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. മാർജിൻ ഷോർട്ട് ഫോളിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പം പലരും ഷോർട്ട് വെച്ചേക്കുന്നവരുണ്ട്, ലോങ് എടുത്തേക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ പൊസിഷന് ബ്രോക്കർ സ്ക്വയർ ഓഫ് ചെയ്ത് കളയും. പല പ്രശ്നങ്ങളും അടുത്ത 2-3 ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. കഴിവതും നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറിയിൽ February 3 എക്സ്പയറി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മിഡ് ക്യാപ്പിലോട്ട് വരാം. മിഡ് ക്യാപ്പിൽ നിന്ന് പലരും നിരാശരാണ്. കാരണം മാർക്കറ്റ് ഇത്രയും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം തിരിച്ചതുപോലെ തന്നെ താഴോട്ട് ഇറങ്ങിയെങ്കിലും വലിയൊരു അപ് ട്രെൻഡ് തന്നില്ല. സാറ് പറഞ്ഞില്ലേ,
ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത് മിഡ് ക്യാപ്പ് ആയിരിക്കും. ശരിയാണ്, ഞാൻ പറഞ്ഞു, കറക്റ്റാണ്. മിഡ് ക്യാപ്പ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യും. പക്ഷേ നിങ്ങളിതൊരു കാര്യം ശ്രദ്ധിക്കണം, നിഫ്റ്റി ഇന്ന് സീറോയിലെത്തിയിട്ടും ഓപ്പൺ ചെയ്തതിന് ശേഷം സീറോ ലെവലിൽ എത്തിയിട്ടും മിഡ് ക്യാപ്പ് 100-ന് താഴെ പോയില്ല. 100 പോയിന്റ് കൂടുതൽ, 100 പോയിന്റിന് താഴോട്ട് മിഡ് ക്യാപ്പ് പോയില്ല. അവിടുന്ന് സസ്റ്റെയിൻ ചെയ്ത് തിരിച്ച് ഇതാണ് ഇന്നലത്തെ ക്ലോസിംഗ് ഇവിടം വരെ വന്നോ? വന്നില്ല. നിഫ്റ്റി ഇവിടം വരെ വന്നു, പക്ഷെങ്കിൽ മിഡ് ക്യാപ്പ് ഇവിടം വരെ വന്നോ? വന്നില്ല. അവിടുന്ന് തിരിച്ച് കയറി ഏകദേശം മാർക്കറ്റ് എവിടെയാണോ ഒരു ഹൈ, ആ ഓൾമോസ്റ്റ് ഇന്നിപ്പോൾ എത്ര 170 പോയിന്റോളം അപ്പിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. പിന്നെ എക്സ്പയറി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡി കെയുടെ പ്രശ്നങ്ങളുണ്ട്. വിക്സും ഇന്ന് നല്ലപോലെ കുറഞ്ഞു. 14 വരെ പോയ വിക്സാണ് 13.5 അപ്പം വിക്സ് കുറയുമ്പോഴും പ്രീമിയത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യും, വളരെ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നാളത്തെ ദിവസം നമുക്ക് വളരെ നിർണായകമാണ്. നാളത്തെ ദിവസം ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടും. ഇന്ന് ഡേറ്റ ഇതുവരെയായിട്ട് വന്നോ എന്നറിയത്തില്ല. ഇത് ഞാൻ നോക്കിക്കോട്ടെ, ഡേറ്റ വന്നോ നോക്കട്ടെ. ഡേറ്റ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കണ്ടു. ഞാൻ ഇന്നലെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഒരു സെക്കൻഡ്, ഞാൻ ഡേറ്റ നോക്കിക്കോട്ടെ വന്നോന്ന്. ഡേറ്റ വന്നില്ല ഇതുവരെയായിട്ടും. ഓക്കെ, നാളെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഡേറ്റ വരുമ്പോൾ FISന്റെ ഷോർട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് കാണാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഷോർട്ട് പൊസിഷനിൽ കുറച്ചിട്ടുണ്ട് 2%. അപ്പോൾ ഇന്ന് വരുന്ന ഡേറ്റയിലും ഫർദറായിട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ് ട്രെൻഡ് പതുക്കെ കൺഫേം ചെയ്യാം. ഒരു പ്രീ ബജറ്റ് റാലി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഞാനൊരു റൂമർ ന്യൂസ് കേട്ടായിരുന്നു, എനിക്കറിയത്തില്ല കറക്റ്റാണെന്ന്. നിർമ്മല സീതാരാമൻ ഈ പ്രാവശ്യത്തെ ബജറ്റ് അവതരിപ്പിക്കും. അതിനകത്തിൽ ടാക്സ് എക്സംഷൻ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ എത്ര 7 ലക്ഷം രൂപയോ 12 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് ടാക്സ് എക്സംഷൻ കിട്ടിയായിരുന്നല്ലോ. പല റെജീമായിട്ട് സ്ലാബുകളായിട്ട് മാറ്റിയായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് ടാക്സ് എക്സംഷൻ, അപ്പോൾ നമ്മുടെ വീട്ടിൽ, ഞാൻ എക്സാമ്പിളായിട്ട് പറയാം, നമ്മുടെ വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും, ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും, അപ്പോൾ ഞാൻ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ മാത്രം ബിസിനസ് ചെയ്യുന്നുള്ളൂ. എനിക്ക് വ്യക്തിഗതമായിട്ട് എനിക്കാണ് പിന്നെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലേ? 7 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ആ 7 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് എനിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. എൻ്റെ വീട്ടിലെ ഭാര്യയുടെ ബെനിഫിറ്റ് എനിക്ക് കിട്ടത്തില്ല. ഭാര്യ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് ആ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഞാനത് കേട്ടത് മാത്രമാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഫാമിലിയെ ഒന്നിച്ച് കൺസിഡർ ചെയ്തുകൊണ്ട് 2 പേരുടെയും കൂടെ ഒന്നിച്ചുള്ളൊരു ബെനിഫിറ്റ് കൊടുക്കാൻ ഇങ്ങനെ പ്ലാൻ ഉണ്ട് എന്ന് അതായത് 7 ലക്ഷം, എൻ്റെ വൈഫിന് 7 ലക്ഷം, അപ്പോൾ മൊത്തം 14 ലക്ഷം രൂപ. അപ്പോൾ ഞാൻ മാത്രമേ ബിസിനസ് ചെയ്യുന്നുള്ളെങ്കിലും ഈ 14 ലക്ഷം രൂപയുടെ ഒരു ടാക്സ് ബെനിഫിറ്റ് അവരുടെ എൻ്റെ ഫാമിലിയെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ടാക്സ് ബെനിഫിറ്റ് കൊടുക്കാനുള്ള ഒരു ന്യൂസ്, ഒരു റൂമർ ഞാൻ കേട്ടു. സത്യമാണെന്ന് എനിക്കറിയത്തില്ലേ, ഒരു റൂമർ ഞാനിങ്ങനെ കേട്ടു, സത്യമാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അത് ഭയങ്കര പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലർക്കും പല ടാക്സ് ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ റൂമറാണ്, നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പല റൂമറുകളും പല സെക്ടറുകളെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അടുത്ത ദിവസങ്ങൾ, കാരണം ഈ ബജറ്റ് എടുക്കും തോറും. അപ്പം ഇതിൻ്റെയൊക്കെ റിയാലിറ്റിയിലോട്ട് വരുമ്പം സത്യമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് പറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ലെവലുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നിഫ്റ്റിയുടെ ലെവലുകൾ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് നിഫ്റ്റിയുടെ ലെവലിനകത്തിൽ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ഇനി ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ക്ലോസിംഗ് ആണ്. ഇതൊരു ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഇതിനെ ഒന്ന് ഒരു ലൈൻ ഒന്ന് ശരിയാക്കിയിട്ടേക്കാം, നമുക്കൊന്ന് കനത്തിലിട്ടേക്കാം വരാം. ഓക്കെ, ഈ ഒരു ലൈൻ നമുക്ക് വേറെ ഒരു വളരെ കളർ കൊടുക്കാം. ഈ ഒരു ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് എടുക്കണം. ഇല്ല, ഗ്യാപ്പ് അപ്പിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകണം. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഇത് വേണ്ട, ആ ലൈൻ വേണ്ട, അത് പോട്ടെ. അപ്പോൾ നമുക്കിവിടെ ബോക്സ് കിടപ്പുണ്ട്. ഈ കൂട്ടിൽ തന്നെ തിരിച്ച് കയറണം മാർക്കറ്റ്. ഓക്കെ, ഈ കൂട്ടിൽ മാർക്കറ്റ് തിരിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫർദറായിട്ടൊരു അപ്സൈഡ് കിട്ടും. ഈ 2500 മുകളിൽ തന്നെ ക്ലോസിങ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ 2500 മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എൻ്റെ പ്രതീക്ഷ മാത്രമാണ്. നാളെ ഇനിയും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ പൊങ്കാലയിടല്ലേ. ഓക്കെ, എൻ്റെ നല്ല മനസ്സിന് ഞാൻ നിങ്ങളോട് ഉള്ള കാര്യം തുറന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നാളെ നമുക്ക് കണ്ടറിയാം എന്താണ് കോശി സംഭവിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.